അങ്ങനെ ഇന്ന് ഞാൻ ചേന നടാൻ പോവാണ്. അപ്പോൾ ചേന നടുന്ന രീതി നടുന്ന രീതി ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ചേനയുടെ പൂള് ഇങ്ങനെ വെട്ടി എന്നിട്ട് ഞാനിപ്പോൾ ചാരമൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുക സൈഡ്. അപ്പം ഇന്നലെ വെട്ടിയതാണ് ഇത്. അപ്പോൾ ഇനിയും ഞാൻ മീഡിയം രീതിയിൽ കുഴിയൊക്കെ എടുത്തു. ഇനിയും മണ്ണിട്ട് കൊടുത്തു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചേന വെച്ചു. ഇനിയും മണ്ണിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട്. എനിക്ക് ചേന 5, 6, 8 കിലോയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെയാണ് ചേന നടുന്നത്. ഇപ്പം ചേന നടുന്ന സമയമാണിപ്പം. അതെ, അപ്പോൾ ഈ വലിയ കല്ലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റണത്. അപ്പം ഈ വലിയ കല്ല് പിടിക്കലൊക്കെ വരുവാണെങ്കിൽ മാറ്റണം. കാര്യം വേറെ ഓടേണ്ടതാണ്. ഇനിയും അതിനെ മണ്ടയിൽ ഇച്ചിരി ചാരമൊക്കെ ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് ഞാൻ ചേന നടുന്ന രീതിയാണിത്. അപ്പോൾ പിന്നെ ഞാൻ ചാണകപ്പൊടി ഇടും. ചാണകപ്പൊടി ഇതിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ മണ്ടയിൽ ഇച്ചിരി കരിയിലയും ഇട്ട് കൊടുക്കും. അപ്പം പിന്നെ ചേന നടുന്ന ഒരു സീസണാണ് ഇപ്പം. ഈ രീതിയിലാണ് ഞാനിപ്പം ചേന നട്ടത്. ഞാൻ ഈ രീതിയിൽ ചേന നട്ട് എനിക്ക് 5, 6 കിലോ 8 കിലോ ഒക്കെ വരെ കിട്ടിയിട്ടുണ്ട് ചേന. ഈ രീതിയിൽ ചേന നടുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ ആദ്യം നട്ടത് ഒരുമാതിരി റൗണ്ടിൽ കുഴിയെടുത്തു. ഇളകിയ മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിന് മണ്ടേ ചേന വെച്ചു. അതിന് മണ്ടേ മണ്ണിട്ടു. അതിന് മണ്ടയിൽ ചാണകപ്പൊടിയും ചാരവും ഇതിട്ടു. അത് കഴിഞ്ഞിട്ട് കരിയിലയും വെച്ചു. ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്.